സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് പാഠഭേദത്തിൽ വളരെ വ്യത്യസ്തമാകുന്ന ഒരു വിഷയമാണ് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുവാൻ പോകുന്നത്. സാധാരണ പാഠഭേദത്തിൻ്റെ ഒരു സ്വഭാവം നിങ്ങൾക്കറിയാം. രാഷ്ട്രീയ വിഷയങ്ങളാകാം, വിവാദ വിഷയങ്ങളാകാം, അല്ലെങ്കിൽ ചില സതുപദേശങ്ങളാകാം, ദുരുപദേശങ്ങളാകാം. ഇങ്ങനെ പല വിഷയങ്ങൾ പാഠഭേദത്തിൽ ചർച്ച ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ പാഠഭേദം ചിലർക്കൊക്കെ അത്ര കണ്ടങ്ങോട്ട് ഇഷ്ടപ്പെടാറുമില്ല. എന്തിനാണ് ഇങ്ങനെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതെന്ന് ചോദിക്കാറുണ്ട്. അവരോടൊക്കെ ഞാൻ എപ്പോഴും മറുപടി പറയാറുണ്ട്, അതെൻ്റെ വിളിയുടെ ഭാഗമാണ്. അതായത് സാമൂഹിക വിഷയങ്ങൾക്ക് നേരെ കണ്ണടച്ചിരിക്കുവാൻ, നിശബ്ദനായിരിക്കുവാൻ കഴിയാത്ത ഒരു ആത്മരോഷം എന്നിലുള്ള പരിശുദ്ധാത്മാവിനാൽ ഞാൻ അനുഭവിക്കുന്നുണ്ടെന്നുള്ളതാണ് വാസ്തവം. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു, ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം എല്ലാവർക്കും ഹൃദയത്തിൽ ഉൾക്കൊള്ളുവാൻ കഴിയുമെന്ന്. കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പാഠഭേദത്തിൽ ഞാനൊരു ചോദ്യം ചോദിച്ചു, എന്ന് ഒരു നല്ല പാസ്റ്ററെ കാണുവാൻ കഴിയും. അതിൻ്റെ മറുപടിയും ഞാൻ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു. നല്ല ഒത്തിരി പാസ്റ്റർമാരുണ്ട്. ഇന്ന് അങ്ങനെ ഒരു പാസ്റ്ററെ പരിചയപ്പെടുത്തുക എന്ന് പറയുന്നതിലപ്പുറമായിട്ട്, കാരണം അദ്ദേഹം നമുക്കൊക്കെ സുപരിചിതനാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങൾ ഒരു വലിയ മാതൃകയായതുകൊണ്ട് ഒരു നല്ല പാസ്റ്ററെന്ന് സംശയം കൂടാതെ വിളിക്കുവാൻ കഴിയുമെന്നുള്ളത് കൊണ്ട്, സഹനത്തിൻ്റെ ഒരു ഉത്തമ മാതൃകയെന്ന് പറയുവാൻ കഴിയുന്നത് കൊണ്ട് കുറേ കാര്യങ്ങൾ ആ നല്ല പാസ്റ്ററെക്കുറിച്ച് ഈ പാഠഭേദത്തിൽ പറയുകയാണ്. ഇപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവൾ, അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി സിസിലി മാമ നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടു. ആ ഫ്യൂണറൽ വീഡിയോ ഞാൻ കണ്ടു. ഇത്രയും പറഞ്ഞിട്ട് ആസാദിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്നുകൂടൊന്ന് ഓർമ്മപ്പെടുത്താം ആരെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഏതാണ്ട് 2 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ചാനലിൽ പാസ്റ്റർ സോളമൻ, പത്തനാപുരത്ത് നിന്ന് അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിൻ്റെ പാസ്റ്ററാകുന്ന സോളമൻ പാസ്റ്ററുടെ ജീവിതാനുഭവങ്ങൾ നമ്മൾ കേട്ടതാണ്. നമ്മളെയൊക്കെ വളരെ ആത്മീകമായി ശക്തീകരിച്ച ഒരു ജീവിതാനുഭവം. ആ ഒരു അനുഭവ സാക്ഷ്യത്തിൻ്റെ വീഡിയോയ്ക്കും ഞാൻ കൊടുത്തിരുന്ന ടൈറ്റിൽ സഹനത്തിൻ്റെ ഒരു വലിയ ഉദാഹരണം എന്നാണ് ഞാൻ കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ ആസാദിയുടെ പ്രേക്ഷകർക്ക് സോളമൻ പാസ്റ്റർ പരിചിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏതാണ്ട് 24 പരം വർഷങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു വളരെ റെയറായിട്ടുള്ള ഒരു അസുഖം, അതായത് ലക്ഷങ്ങളിൽ ഒരാൾക്ക് മാത്രം വരുവാൻ സാധ്യതയുള്ള ഒരു രോഗത്താൽ താൻ തീർത്തും ശയ്യാവലംബിയായിരുന്നു. അതായത് 24 വർഷങ്ങളോളം ചലനശേഷിയില്ലാതെ, സംസാരിക്കുവാൻ കഴിയാതെ കിടപ്പിലായ ഒരു ഭാര്യ. ആ ഭാര്യയെ 24 വർഷം സോളമൻ പാസ്റ്റർ ശുശ്രൂഷിച്ച ഒരു അനുഭവം, അതാണ് നമ്മൾ ആ സാക്ഷ്യത്തിലൂടെ കേട്ടത്. 24 വർഷം കിടപ്പിലായ ഭാര്യ, സംസാരിക്കുവാൻ കഴിയുന്നില്ല, മാത്രമല്ല ചലനശേഷിയില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ മറ്റ് ആരെയും സഹായിക്കുവാൻ അനുവദിക്കാതെ, എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ ആരെങ്കിലുമൊക്കെ ഹോം നേഴ്സിനെയോ ഹെൽപ്പ് ചെയ്യാനുള്ള ആളുകളെയൊക്കെ അപ്പോയിൻമെൻറ്റ് ചെയ്യും. പക്ഷേ അങ്ങനെ ഒന്നും ചെയ്യാതെ 24 വർഷവും സോളമൻ പാസ്റ്റർ തൻ്റെ ഭാര്യയെ പരിചരിച്ചു. അതുമാത്രമല്ല, ഈ 24 വർഷവും അദ്ദേഹം അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ വലിയ സഭകളിൽ ശുശ്രൂഷിച്ചു. താൻ ശുശ്രൂഷിക്കുന്ന സഭയ്ക്ക് ഒരു കുറവും വരുത്തിയില്ല. അതോടൊപ്പം തന്നെ അനേക ബൈബിൾ കോളേജുകളിൽ ഒരു അനുഗ്രഹീത അധ്യാപകനായിരുന്നു. താൻ ഇരുന്ന സ്ഥലങ്ങളിലെ സഭകൾ വളർന്നു, അനേകർ സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടു. അതാണ് സോളമൻ പാസ്റ്ററുടെ ചരിത്രം. തൻ്റെ ഭാര്യ പൂർണ്ണമായി കിടപ്പിലായിരിക്കുമ്പോഴും തൻ്റെ ഭാര്യയ്ക്ക് വേണ്ട എല്ലാ ശുശ്രൂഷയും കൊടുത്തിട്ട്, തൻ്റെ സഭാ ശുശ്രൂഷയിലോ അല്ലെങ്കിൽ ബൈബിൾ കോളേജ് മിനിസ്ട്രിയിലോ ഒന്നും ഒരു അപാകതയും കുറവുമില്ലാതെ ഈ ദേവദാസൻ സമർപ്പിതനായി ശുശ്രൂഷിച്ചു കൊണ്ടിരുന്നു. നമ്മുടെ ഈ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള കാഴ്ചകൾ കാണുക വളരെ ബുദ്ധിമുട്ടാണ്. ഒരുപക്ഷെ ഭവനത്തിലെ അപ്പന്മാർ, പിതാക്കന്മാർ രോഗികളായി തീർന്നാൽ അമ്മമാരൊരു പക്ഷേ അവരെ കുറേ കാലം നോക്കിയെന്നിരിക്കും. പക്ഷെ ഒരു ഭാര്യ 24 വർഷം സുഖമില്ലാതെ ഒരു കിടപ്പിൽ കിടക്കുമ്പോൾ ആ കുടുംബത്തിൻ്റെ ഒരു
അവസ്ഥ എന്തായിരിക്കും? ശരിക്കും പറഞ്ഞാൽ തൻ്റെ ജീവിതം താറുമാറായി പോകേണ്ട ഒരു സാഹചര്യത്തിൽ ക്രിസ്തുവിലുള്ള വിശ്വാസവും പ്രത്യാശയും മുറുകെ പിടിച്ചുകൊണ്ട് ഒരു വലിയ സഹനത്തിൻ്റെ പര്യായമായി സോളമൻ പാസ്റ്റർ മാറുകയായിരുന്നു. സോളമൻ പാസ്റ്ററുടെ അനുഭവങ്ങൾ മുഴുവൻ നമ്മുടെ ചാനലിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ അനുഭവ സാക്ഷ്യം പൂർണ്ണമായിട്ട് ഒന്ന് കേൾക്കണം. വലിയ തീക്ഷ്ണമാകുന്ന ജീവിതാനുഭവങ്ങളിലൂടെയാണ് സോളമൻ പാസ്റ്റർ കടന്നുപോയത്. സോളമൻ പാസ്റ്റർ തൻ്റെ വൈഫിനെക്കുറിച്ച് പറയുന്ന, തൻ്റെ വിവാഹത്തെക്കുറിച്ച് പറയുന്ന ചില വാക്കുകൾ നമ്മുടെ ചാനലിലെ തന്നെ ആ ഒരു സാക്ഷ്യത്തിൽ നിന്ന് ഞാൻ കട്ട് ചെയ്ത് ഈ വീഡിയോയുടെ കൂടെ ചേർക്കുന്നുണ്ട്. അത് നിങ്ങൾ വാച്ച് ചെയ്യണം. അതോടൊപ്പം തന്നെ ആ ഫ്യൂണറൽ സർവീസിൽ സോളമൻ പാസ്റ്റർ പറഞ്ഞ ചില സെക്കൻഡുകൾ മാത്രം, കാരണം അതൊരു മറ്റൊരു ചാനലിൻ്റെ വീഡിയോ ആണല്ലോ. അപ്പോൾ ഒരു ഫെയർ യൂസ് പോളിസി അനുസരിച്ച് 1-2 മിനിറ്റ് നമ്മൾ പ്രതിപാദിക്കുന്ന വിഷയവുമായിട്ടുള്ള ബന്ധമുള്ളത് കൊണ്ട് നമുക്ക് ആഡ് ചെയ്യുവാനുള്ള ഒരു യൂട്യൂബ് പെർമിഷനുണ്ട്. അതുകൊണ്ട് അദ്ദേഹം തൻ്റെ ഭാര്യയുടെ അവസാന നിമിഷങ്ങളെക്കുറിച്ച് പറയുന്ന വാചകങ്ങൾ കൂടെ ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾ കാണണം. ഈ കാലമെന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെയുള്ള കാഴ്ചകൾ കാണാൻ വലിയ ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വളരെ പ്രസിദ്ധനാകുന്ന ബോളിവുഡ് നടനെക്കുറിച്ച് ഒരു വീഡിയോ കണ്ടു. അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ വീഡിയോ, അദ്ദേഹം ഈ സാമൂഹിക പ്രവർത്തനങ്ങൾക്കൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കുന്ന, നാട്ടുകാരെ മുഴുവൻ നല്ല വഴികൾ പഠിപ്പിക്കുന്ന ഒരു ക്ലൂ തരാം, സത്യമേവ ജയതേ എന്നൊക്കെ പറഞ്ഞൊരു പ്രോഗ്രാം പണ്ട് നടത്തിക്കൊണ്ടിരുന്ന ആളാണ്. ആദർശ ജീവിതത്തിന്, ആദർശ ശുദ്ധിക്ക് ഒക്കെ പര്യായമായിട്ട് ആളുകൾ പറയുന്ന ഒരു വ്യക്തിയാണ് ഈ പറഞ്ഞ നടൻ. പക്ഷേ അദ്ദേഹത്തെക്കുറിച്ചൊരു വീഡിയോയിൽ പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യയെ അദ്ദേഹം കുറേ കഴിഞ്ഞപ്പോൾ ഉപേക്ഷിച്ചു. കാരണം കുറച്ച് കഴിഞ്ഞപ്പോൾ ആ സ്ത്രീക്ക് കുറേ സൗന്ദര്യമൊക്കെ കുറഞ്ഞു, വണ്ണമൊക്കെ വെച്ചു. സ്വാഭാവികമല്ലേ, ബോഡി ഷേമിങ് ചെയ്യുകയല്ല കേട്ടോ, ഉള്ള കാര്യം അതുപോലെ ആ വീഡിയോയിൽ പറഞ്ഞത് അങ്ങ് പറയുകയാണ്. അപ്പോൾ പിന്നീടുള്ള ചടങ്ങുകൾക്ക് താൻ തൻ്റെ ഈ ഭാര്യയെ കൂടെ കൊണ്ടുപോകാതിരുന്നു, അങ്ങ് അവസാനം ഉപേക്ഷിച്ചു. രണ്ടാമതൊരു വിവാഹം കഴിച്ചു. കുറേ കാലം ആ ഭാര്യയെയും കൂടെ കൊണ്ടു നടന്നു. ആ ഭാര്യയുടെയും സൗന്ദര്യം കുറഞ്ഞെന്ന് തോന്നിയപ്പോൾ അവരെ ഉപേക്ഷിച്ചു. ഇപ്പോൾ മൂന്നാമത് വളരെ ചെറിയ പ്രായമുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് അദ്ദേഹം നടക്കുകയാണ്. അപ്പോൾ ആ വീഡിയോയിൽ പറഞ്ഞ ആൾ പറയുന്നത്, ഈ ബോളിവുഡ് നടന്മാരൊക്കെ ഇങ്ങനെയാണ്, ഭാര്യമാരുടെ സൗന്ദര്യം കുറയുമ്പോൾ അവരെ കളഞ്ഞിട്ട് വേറെ ഒരാളുടെ പിന്നാലെ പോകുന്ന ഒരു ലോകമാണ്. ആ വീഡിയോയുടെ താഴെ ചിലർ കമൻ്റ് ഇട്ടു. എന്താ കമൻ്റ് ഇട്ടെന്നറിയാമോ? എൻ്റെ അപ്പനെ ബഹുമാനിക്കണം, കാരണം എൻ്റെ അമ്മയ്ക്കിപ്പം 10-65 വയസ്സായി, പക്ഷേ എൻ്റെ അപ്പൻ്റെ കണ്ണിൽ അമ്മയാണ് ഇപ്പോഴും ലോകസുന്ദരി. അങ്ങനെ കഴിയുന്ന നല്ല കുടുംബങ്ങളുമുണ്ട് കേട്ടോ. സോളമൻ പാസ്റ്റർ ഉദാഹരണം പറഞ്ഞത് നിങ്ങൾ ആ അദ്ദേഹത്തിൻ്റെ അനുഭവ സാക്ഷ്യം പൂർണ്ണമായിട്ട് ഒന്ന് കേൾക്കണം. ഞാൻ ചില ക്ലിപ്പുകൾ മാത്രം ഇവിടെ ആഡ് ചെയ്യുന്നു. ഈ കാലഘട്ടത്തിൽ കാണാൻ കിട്ടാത്ത ഒരു വലിയ കാഴ്ച, ഒരു വലിയ മാതൃകയാകുന്ന ജീവിതം നല്ല പാസ്റ്റർമാരുണ്ട്. അതിലൊരാളാണ് സോളമൻ പാസ്റ്റർ. ദൈവം എല്ലാവരും സഹായിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾ കണ്ടാട്ട്. പ്രിയപ്പെട്ടവർ, 88-ൽ ഞാൻ എൻ്റെ പഠനം പൂർത്തീകരിച്ചിട്ട് ആ വർഷം തന്നെ ഞാൻ വിവാഹം കഴിച്ചിട്ട് വർക്കലയിൽ വീണ്ടും എൻ്റെ പ്രവർത്തനം തുടരുകയായിരുന്നു. അപ്പോൾ വിവാഹത്തോടുള്ള ബന്ധത്തിലും ചില കാര്യങ്ങൾ എനിക്ക് പറയേണ്ടതായിട്ടുണ്ട്. കാരണം ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന വേളയിൽ തന്നെ എൻ്റെ ഒരു ആന്റി നേഴ്സായിട്ട് ജോലി ചെയ്യുകയായിരുന്നു. ആന്റി പറഞ്ഞുവിടാ, ഒരു കല്യാണാലോചനയുണ്ട്, അമേരിക്കയിൽ നിന്ന് ഒരു പെണ്ണ് വന്നിട്ടുണ്ട്, നീ വന്ന് പെണ്ണ് കാണണമെന്ന്. അപ്പോ എൻ്റെ ഒരു വല്ലാത്തൊരു പിടിവാശിയുടെ ഒരു തീരുമാനമായിരുന്നു. പെണ്ണ് കാണാൻ പോകത്തില്ലെന്നുള്ള തീരുമാനമായിരുന്നു. അപ്പോ ഞാൻ പെണ്ണ് കാണാൻ പോയില്ല. ഞാൻ പഠനം പൂർത്തീകരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ അനേകര് കല്യാണാലോചന കൊണ്ടുവന്നു. സാമ്പത്തികമുള്ളത്, ഒറ്റ പെണ്ണുള്ളത്, വീടുണ്ട്, റബ്ബർ എസ്റ്റേറ്റ് ഉണ്ട്, അത് ഇത്. ഞാനൊന്നും കല്യാണാലോചനയ്ക്ക് പെണ്ണ് കാണാൻ പോയില്ല. പെണ്ണ് കാണാൻ പോകാത്തതിന് പിന്നിൽ ഒരു കാരണമുണ്ട്. കാരണം എൻ്റെ അതേ സന്ദർഭത്തിൽ എൻ്റെ ജൂനിയറായി പഠിക്കുന്ന, ഏകദേശം എൻ്റെ പ്രായം തന്നെയുണ്ട്, ജൂനിയറായി പഠിക്കുന്ന ഒരു സഹോദരൻ ഒരു 45 പെൺപിള്ളേരെ പെണ്ണ് കാണാൻ പോയ സംഭവം ഞാൻ കേട്ടു. അപ്പൊ അത് കേട്ടപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വളരെ ഒരു ഭാരം തോന്നി. ഈ പെണ്ണ് കാണൽ പരിപാടി ഒരു വൃത്തികെട്ട പരിപാടിയാണല്ലോ. ഇവൻ ഇങ്ങനെ പെണ്ണ് കണ്ട് കാപ്പിയും കുടിച്ചിട്ട് വീണ്ടും അടുത്തന്നെ പെണ്ണ് കണ്ടു, വീണ്ടും കാപ്പി കുടിച്ച് നടന്നു. റോഡേ പോകുമ്പോൾ ആൾക്കാർ ഇയാൾ എന്നെ പെണ്ണ് കാണാൻ വന്നതാ എന്ന് പറഞ്ഞാൽ ഒരു നാണക്കെട്ട പരിപാടിയാണല്ലോ എന്നുള്ള തീരുമാനത്തിൽ ഞാൻ എൻ്റെ ദൈവത്തോട് പറഞ്ഞ് പെണ്ണ് കാണാൻ ഞാൻ പോകത്തില്ല.
എന്നാൽ സ്നേഹിച്ച് വിവാഹം കഴിക്കത്തുമില്ല. അപ്പൊ പെണ്ണ് കാണാൻ പോയില്ലെങ്കിൽ സ്നേഹിച്ച് വിവാഹം കഴിക്കണ്ടേ? ഞാൻ എന്റെ ദൈവത്തോട് ഒരൊറ്റ ഡിമാൻഡ് പറഞ്ഞു, എനിക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ള പെൺകുട്ടിയെ ദൈവം ഇങ്ങോട്ട് കാണിച്ചു തരണം. അപ്പോ ഞാൻ ദൈവത്തോട് പറഞ്ഞതാണ്, എന്റെ ഹാബിറ്റ്, എന്റെ സ്വഭാവം, എന്റെ വ്യക്തിത്വം എന്നെ ശരിക്കും അറിയാവുന്നത് ഭൂമിയിൽ എന്റെ മാതാപിതാക്കളല്ല, എന്റെ സഹോദരങ്ങളല്ല, ഞാൻ പോലുമല്ല, എന്റെ ദൈവത്തിന് മാത്രമേ എന്നെ ശരിക്കും അറിയാവുള്ളൂ. അപ്പൊ എന്നെ ശരിക്കും അറിയാവുന്ന കർത്താവ് എനിക്ക് വേണ്ടി യോഗ്യമായ ഒരു കൂട്ടാളിയെ കർത്താവ് തന്നെ ഒരുക്കി തരണം. ഞാൻ സ്നേഹിച്ചു വിവാഹം കഴിക്കാൻ പോത്തില്ല, സ്ത്രീധനം നോക്കി പോത്തില്ല, പെണ്ണ് കാണാനും പോത്തില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പെണ്ണ് കാണാതെയും സ്നേഹിക്കാതെയും വിവാഹം കഴിച്ച വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എന്റെ അനുഭവം അങ്ങനെയായിരുന്നു. ഞാന് ഈ കർത്താവിന്റെ ദാസൻ ജോൺ മാർക്കിനോടൊപ്പം ഞാൻ പറഞ്ഞല്ലോ, ആ വേളകളിൽ പ്രവർത്തിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തോടൊപ്പം ഇങ്ങനെ ഭവനങ്ങൾ വിസിറ്റ് ചെയ്യാൻ കടന്നുപോകും. പഠനം കഴിഞ്ഞതിന് ശേഷം ഞാൻ വർക്കല പ്രവർത്തനം തുടരുകയാണ്. ആ സന്ദർഭത്തിൽ ഇദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെയും പ്രവർത്തിക്കും. ഒരു സന്ദർഭം പറഞ്ഞു, പക്ഷേ അദ്ദേഹത്തോടൊപ്പം ഞാൻ ഒരു മീറ്റിംഗ് പ്രസംഗിക്കുകയും ചെയ്തു. പിറ്റേന്ന് ഞാൻ വർക്കലയ്ക്ക് പോകാനായിട്ട് തീരുമാനം എടുക്കുമ്പോൾ പറഞ്ഞു, പക്ഷേ ചില ഭവനങ്ങൾ പുതുതായിട്ട് വരുന്നുണ്ട്, അവിടെ പാസ്റ്റർ വന്ന് വിസിറ്റ് ചെയ്ത് സാക്ഷ്യങ്ങളൊക്കെ പറയുന്നത് നല്ലതായിരിക്കും, നമുക്ക് ചില ഭവനങ്ങൾ വിസിറ്റ് ചെയ്തിട്ട് പോകാന്ന് പറഞ്ഞു. അദ്ദേഹത്തോടൊപ്പം ഞാൻ ഭവനങ്ങൾ വിസിറ്റ് ചെയ്യാൻ വരുമ്പോൾ പുനലൂർ പേപ്പർ മില്ലിനടുത്തുള്ള ഒരു സ്ഥലത്ത് ഞാൻ ഇങ്ങനെ വിസിറ്റിങ്ങിന് വേണ്ടി പോയ സന്ദർഭത്തിൽ ആ ഭവനത്തിൽ അവരന്ന് അവിടെ കാത്തലിക്, അവിടെ ഉള്ള റോമ പള്ളിയിലാണ് അവർ ആ കുടുംബക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടുത്തെ അമ്മ ഇടയ്ക്കിടയ്ക്ക് ജോൺ മാർക്ക് പാസ്റ്ററിന്റെ പിന്നെ പ്രാർത്ഥനയ്ക്ക് വരുമായിരുന്നു. ആ അമ്മാമ്മയുടെ അനിയത്തി അവിടെ ഉണ്ടായിരുന്നു, അതാണ് എന്റെ ഭാര്യയായി മാറിയത്. അവര് മണ്ണൂർ സ്വദേശികളാണ്. അപ്പൊ ഞാൻ ഈ പാസ്റ്ററിനോടൊപ്പം അവിടെ വിസിറ്റിങ്ങിന് പോവുകയാണ്. വിസിറ്റിങ്ങിന് പോയപ്പോൾ എന്റെ ഭാര്യയായി മാറിയ ആ സഹോദരി സിസിലി, പുള്ളിക്കാരിയാണ് ആദ്യമായിട്ട് ഞങ്ങൾ കുടിക്കാൻ ഒരു നാരങ്ങ വെള്ളം കൊണ്ടുവരുന്നത്. നാരങ്ങ വെള്ളം കൊണ്ടുവന്ന് ഞാനിത് എടുത്ത ഉടനെ ദൈവാത്മാവ് എന്റെ ഉള്ളിൽ പറഞ്ഞു, നീ എന്നോട് പറഞ്ഞല്ലോ ഞാൻ ഒരുക്കി തരണമെന്ന്, ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കിയ പെൺകുട്ടി ഇതാണെന്ന് പറഞ്ഞു. ആ ദൈവാത്മാവിൽ ആ ശബ്ദം കേട്ടിട്ട് ഞാൻ അത് ഉറയ്ക്കുകയായിരുന്നു. അവിടെ കൊണ്ട് മാത്രമല്ല പ്രിയപ്പെട്ടവരെ, വീണ്ടും അന്ന് അറിയപ്പെട്ട ദൈവദാസന്മാരെ കൊണ്ട്, വളരെ കൃപയുള്ള പ്രവാചകന്മാരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചപ്പോൾ ഇത് ദൈവഹിതമാണെന്ന് മനസ്സിലാക്കി. അങ്ങനെ ഞാൻ അതിന് വാക്കുകൊടുത്തു. അതാണ് ഞാൻ വിവാഹം കഴിച്ച എന്റെ ഭാര്യ. ആ ഒരു വിവാഹത്തിന് വേണ്ടി സ്റ്റെപ്പ് എടുത്തപ്പോൾ തന്നെ വീട്ടിൽ നിന്നും മറ്റു പലയിടത്തുനിന്നും വളരെ പ്രതികൂലങ്ങൾ ഉണ്ടായി. ഇതിനേക്കാൾ സ്ത്രീധനം കിട്ടുന്നത്, അങ്ങനെയുള്ളത്, ഇങ്ങനെയുള്ളതെന്ന് പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞെങ്കിലും ഞാൻ ഒരു തീരുമാനമെടുത്തു. കർത്താവ് എന്നോട് പറയുന്നത് ഞാൻ അനുസരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ രക്ഷിക്കപ്പെട്ടത് അങ്ങനെയായിരുന്നു, ഞാൻ സ്നാനപ്പെട്ടത് അങ്ങനെയായിരുന്നു, ഞാൻ ദൈവവേലയ്ക്ക് ഇറങ്ങിയപ്പോഴും ദൈവം പറഞ്ഞാൽ അത് ചെയ്യും. ഞാൻ കാത്തലിക് ആയിരുന്ന സന്ദർഭത്തിൽ തന്നെ എടുത്ത തീരുമാനം ഇങ്ങനെയായിരുന്നു, കർത്താവ് എന്നോട് തീയിൽ ചാടാൻ പറഞ്ഞാൽ ഞാൻ തീയിൽ ചാടും. അത് എന്തിനെന്ന് ഞാൻ ചിന്തിക്കത്തില്ല, കർത്താവ് പറഞ്ഞൊന്ന് ബോധ്യമുണ്ടെങ്കിൽ ഞാൻ അത് ചെയ്യുമെന്ന തീരുമാനമായിരുന്നു. എന്റെ ചെറുപ്പത്തിലെ ഒരു അനുഭവം പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരികയാണ്. എന്റെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സന്ദർഭത്തിൽ ഞങ്ങളെ പള്ളിയിൽ പ്രാർത്ഥനയ്ക്കായി കൊണ്ടുപോകുമ്പോൾ അന്നൊക്കെ നമ്മൾ മുട്ടിന്മേൽ നിന്ന് ഇങ്ങനെ കൈ ഇങ്ങനെ വിരിച്ചിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ഞാൻ ഈ രൂപങ്ങളുടെ മുൻപിൽ കൈ വിരിച്ച് മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ പള്ളിയിൽ എന്റെ അന്തരാത്മാവിൽ ഒരു പ്രേരണ, ഇതിന് പിന്നിൽ പ്രപഞ്ചത്തിന്റെ സത്യവാനായ സർവശക്തനായ ഒരു ദൈവമുണ്ട്, ആ ദൈവത്തിന് വേണ്ടി എനിക്ക് പ്രവർത്തിക്കണം. എന്റെ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്ന തീരുമാനമാണ്. ആ തീരുമാനം പ്രിയപ്പെട്ടവരെ ഒട്ടും താമസിയാതെ തക്ക സന്ദർഭങ്ങളിൽ എന്നെ നയിക്കുകയായിരുന്നു. അങ്ങനെ വിവാഹത്തിന് വേണ്ടി സ്റ്റെപ്പ് എടുത്തു. ഞാൻ വാക്കുകൊടുത്തു. ആ സന്ദർഭത്തിൽ എന്റെ വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നൊക്കെ വളരെ പ്രതികൂലങ്ങൾ ഉണ്ടായി. കാരണം ഒന്നുമില്ലാത്ത ഒരു സ്റ്റെപ്പ് ഞാൻ എടുക്കുകയാണ്. അപ്പോൾ എന്റെ ഇളയ ഒരു സഹോദരി ഉണ്ട്, അവൾ അന്ന് മദ്രാസിലെ നേഴ്സായിട്ട് ജോലി ചെയ്യേ. അപ്പോ എന്റെ ഇളയ സഹോദരിയുടെ വിവാഹം നടത്താതെയാണോ നീ നിന്റെ കാര്യത്തിന് വേണ്ടി വിവാഹം നടക്കുന്നതിനുള്ള അഭിപ്രായങ്ങൾ വന്നു. പക്ഷെ ഞാൻ എന്റെ ദൈവത്തോട് പറഞ്ഞു, എന്റെ സഹോദരിയുടെ വിവാഹം കഴിഞ്ഞിട്ട് എന്റെ വിവാഹം നടക്കണം. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു, ഉപവസിച്ചു. പ്രിയപ്പെട്ടവരെ പറയട്ടെ, എന്റെ വിവാഹമാണ് ആദ്യം വന്നത്, ഞാൻ അതിന് വാക്കുകൊടുത്തു. പക്ഷേ ഞാൻ എന്റെ ദൈവത്തോട് പറഞ്ഞതുപോലെ തന്നെ എന്റെ സഹോദരിക്ക് വേണ്ടി തക്ക സമയത്ത് ദൈവം വിവാഹം ഒരുക്കി. അതും എനിക്ക് തൊട്ട് മുൻപേ ആദ്യം ഞങ്ങൾ പ്ലാൻ ചെയ്ത് എന്നെയും എന്റെ സഹോദരിയുടെയും വിവാഹം ഒരുമിച്ച് നടത്താനാണ്. കൊല്ലം അസംബ്ലീസ് ഓഫ് സഭയിൽ വെച്ച് ഒരു ചൊവ്വാഴ്ച വൈകിട്ട് എല്ലാ അധ്യാപകർക്കും അറ്റൻഡ് ചെയ്യത്തക്ക രീതിയിൽ ദൈവകൃപയാൽ എല്ലാ അധ്യാപകരും അറ്റൻഡ് ചെയ്തു. ഫിലിപ്പ് സാറ് അന്ന് പ്രിൻസിപ്പളാണ്. 88-ൽ അദ്ദേഹം കല്യാണം നടത്തി. TJ സമൂർ സാറ് പ്രസംഗിച്ചു. ബാക്കി എല്ലാ അധ്യാപകരും അറ്റൻഡ് ചെയ്തു. അപ്പോ ആ കല്യാണത്തിന് കുറച്ച് ദിവസം മുൻപ് എന്റെ സഹോദരിയുടെ വീട്ടുകാർ വിളിച്ചു പറഞ്ഞു അവർക്ക് രാവിലെ കല്യാണം നടത്തണം. അപ്പോ അന്നേ ദിവസം രാവിലെ സഹോദരിയുടെ വിവാഹം നടന്നു, അന്നേ ദിവസം വൈകിട്ട് എന്റെ വിവാഹം നടന്നു.
ഞാൻ എൻ്റെ ദൈവത്തോട് പറഞ്ഞതുപോലെ ആദ്യം എൻ്റെ സഹോദരിയുടേത്, അതിനുശേഷം എൻ്റെത്. ആ വിഷയത്തിൽ പോലും എൻ്റെ ദൈവത്തിന്റെ വിശ്വസ്ത അനുഭവിപ്പാൻ കഴിഞ്ഞു. പലരും ചോദിച്ചു എങ്ങനെയാണ് വിവാഹം ആദ്യം വന്നത്. ഞാൻ പറഞ്ഞു എന്റെ വിവാഹമാണ്, പിന്നെ സഹോദരിയുടെ വന്നതാ. അപ്പൊ അതൊക്കെ ആൾക്കാർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിൽ ഇന്നേക്ക് ഒരു 44 വർഷത്തെ കർത്താവുമായിട്ടുള്ള വ്യക്തിപരമായ അനുഭവം. ഇടയിൽ ഞാൻ ഒരു പോയിന്റ് പറയുകയാണ്, മൈ ഗോഡ് ഈസ് ഗുഡ്, എന്റെ ദൈവം നല്ലവനാണെന്ന് അനുഭവിച്ചറിയുവാൻ അനവധി അനുഭവങ്ങളുണ്ട്. ഇന്നത്തെ അനുഭവത്തിലേക്ക് ഞാൻ കടന്നു വരാം. ഇന്നും ഞാൻ പലവിധമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നെങ്കിലും അതിന്റെ മധ്യേ എന്റെ ദൈവം നല്ലവനാണെന്ന് അനുഭവിച്ചറിയാൻ ദൈവം എനിക്കിടയാക്കി. ഞാൻ അങ്ങനെ 88-ൽ വിവാഹം കഴിഞ്ഞു. വർക്കല ഞാൻ കടന്നു പോവുകയാണ്. വർക്കല ഞങ്ങൾക്ക് ഒരു പഴയ റോസ് കോട്ടേജ് എന്നുള്ളൊരു പേരാണ്. പക്ഷേ ചോർന്ന് വലിക്കുന്ന ഒരു ഓടിട്ട വീട്, 50 രൂപ വാടക. അന്നത്തെ രീതിയിൽ ആ 50 രൂപ പോലും വാടക കൊടുക്കാൻ ബുദ്ധിമുട്ടിയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും എന്റെ കാര്യങ്ങൾ ആരോടും പറഞ്ഞില്ല. പിന്നെ എന്റെ ഭാര്യ ഗർഭിണിയായി 1 വർഷമായപ്പോൾ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. അതിനുശേഷം ഞങ്ങൾക്ക് വീട് കിട്ടാത്ത അവസ്ഥ വന്നു. ഞങ്ങൾ ആരാധന നടത്തിക്കൊണ്ടിരുന്ന വീട്ടിൽ വെച്ച് പിന്നെ താമസിക്കുകയും ഒരു എരുത്തിലിൽ പിന്നെ എന്താ പറയുന്ന എരുത്തിൽ എന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ, കന്നാലികളെ കെട്ടുന്ന എരുത്തിലിൽ അടുക്കളയെ ഉപയോഗിച്ച് കുറെ നാള്. പിന്നെ അവിടെയും തുടരാൻ കഴിയാത്ത അവസ്ഥ വന്നപ്പോൾ വീട് അന്വേഷിച്ചിട്ട് കിട്ടാതെ ഒരു കടമുറി, റോഡ് സൈഡിലുള്ള ഷട്ടർ ഇട്ട ഒരു കടമുറി, അവിടെ ഞാൻ താമസിക്കാൻ തീരുമാനമെടുത്തു. അപ്പൊ അവിടെയുള്ള സഭക്കാർ പറഞ്ഞു, പാസ്റ്റർ വീട്ടിൽ താമസിച്ചിട്ട് പോയി വന്ന് പ്രവർത്തിച്ചാൽ മതി. ഞാൻ പറഞ്ഞു, അല്ല, കുടുംബമായിട്ട് ഈ ദേശത്ത് താമസിച്ച് പ്രവർത്തിക്കാനാ കർത്താവ് എനിക്ക് ആലോചന തന്നിരിക്കുന്നത്, ഞാൻ ഇവിടെ തന്നെ താമസിച്ച് പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ആ കടമുറിയിൽ ഒരു ദിവസമേ തങ്ങിയുള്ളൂ. അന്ന് എന്റെ കുഞ്ഞിന്, മൂത്ത മോന് 4 മാസം പ്രായമാണ്, കൈക്കുഞ്ഞാണ്. അവിടെ വെച്ചുള്ള അനുഭവം ഞാൻ അങ്ങ് ഹൃദയം തകർന്ന് കരഞ്ഞുപോയി. കാരണം ഒരു കോർണറിൽ ഇങ്ങനെ ഒരു റോഡ് ഇങ്ങനെ വളഞ്ഞു വരുന്ന ആ കോർണറിലുള്ള ഒരു കടയാണ്, ഷട്ടറിട്ട കടയാണ് കിട്ടിയത്. അപ്പോ ആ കോർണറിൽ വരുമ്പോൾ വാഹനങ്ങൾ ശരിക്കും ഹോൺ അടിക്കും. ആ ഹോൺ അടിക്കുന്ന സമയം ഒരു ജനൽ പോലും ഇല്ലാത്ത ഷട്ടറിട്ട മുറിയുടെ അകത്ത് ഞാനും ഭാര്യയും കുഞ്ഞും ഇരിക്കുക. ഈ കുഞ്ഞ് ഈ ശബ്ദം കേട്ടിട്ട് ഇങ്ങനെ ഞെട്ടിത്തെറിച്ച് ഇങ്ങനെ കരയും. ഈ കരച്ചിൽ കാണുമ്പോൾ എന്റെ ഹൃദയം അങ്ങ് തകർന്നു പോയി. കർത്താവേ, നിന്റെ വേലയ്ക്ക് വേണ്ടി വന്നിട്ട് ഈ കുഞ്ഞുമായിട്ട് ഞാൻ ഇവിടെ കിടക്കേണ്ടെന്ന അവസ്ഥ വന്നല്ലോ. അതിന് വെളിയിൽ 5-6 ഓലക്കീറ് ഞാൻ വാങ്ങി കെട്ടി അവിടെ ഒരു അടുക്കള പോലെ. അങ്ങനെ പ്രിയപ്പെട്ടവരിയ്ക്കുമ്പോൾ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന ഒരു ബാങ്ക് മാനേജർ ഇങ്ങോട്ട് വന്ന് പരിചയപ്പെട്ടു. നിങ്ങൾ എന്താ ഇവിടെ താമസിക്കുന്നേ? ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഇവിടെയൊക്കെ വീട് അന്വേഷിച്ചിട്ട് കിട്ടിയില്ല, ഞാൻ ഇങ്ങനെ ഒരു സുവിശേഷകനാണെന്ന് പറഞ്ഞു. ഉടനെ അദ്ദേഹം പറഞ്ഞു, ഞാൻ മാറി ഒരു വീട് ഇന്നടുത്തുണ്ട്, ഞാൻ വിളിച്ചു പറയാം, പാസ്റ്റർ അവിടെ പോയി ആ വീട് എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോ നോക്കണം, 89-ലെ സംഭവമാണിത്. അന്ന് ഈ ബാങ്ക് മാനേജർ അവിടെ താമസിച്ചത് 150 രൂപ വാടകയ്ക്കായിരുന്നു. അപ്പൊ ഞാൻ ചെന്ന് അന്വേഷിച്ചെന്ന് പറഞ്ഞു, ബാങ്ക് മാനേജർ താമസിച്ചത് 150, ഞങ്ങൾക്ക് ഇനി കുറച്ചുകൂടി വാടക കൂട്ടിയേ കൊടുക്കത്തുള്ളൂ, 200 രൂപ വാടക വേണമെന്ന് പറഞ്ഞു. നോക്കണം, ആ സന്ദർഭത്തിൽ എനിക്ക് എന്റെ വൈഫ് ഡെലിവറിക്ക് പോകുന്നതിന് മുൻപ് 50 രൂപ വാടക പോലും കൊടുക്കാൻ ബുദ്ധിമുട്ടി ഞാനും, സാമ്പത്തികമായിട്ട് ഭയങ്കര ടൈറ്റിൽ കിടക്കുന്ന ഞാൻ, ഇവര് പറയാണ് 200 രൂപ വാടക വേണമെന്ന്. ഞാൻ പറഞ്ഞു തരാം. വിശ്വാസത്താൽ ഞാൻ വാക്ക് കൊടുത്തു. പ്രിയപ്പെട്ടവരെ, അത് കഴിഞ്ഞ് ഞാൻ കൊല്ലത്ത് വന്നപ്പോൾ പ്രസ്പിറ്റർ സാംറ്റി ബേബി പാസ്റ്റർ പറയാണ്, വർക്കലയ്ക്ക് വീടെടുക്കുന്നതിന് വേണ്ടി സോളമന് തരാൻ ഒരാള് 200 രൂപ വീതം പാസ്റ്ററിനെ അവിടെ പ്രോമിസ് ചെയ്തിട്ടുണ്ടെന്ന്. ഞാൻ അവിടെ വിശ്വാസത്താൽ സ്റ്റെപ്പ് എടുത്തതിന് ശേഷം ദൈവാത്മാവ് അതിനു മുൻപേ തന്നെ ക്രമീകരിച്ചു, പക്ഷെ ഞാൻ അറിയുന്നില്ല. അങ്ങനെ പ്രിയപ്പെട്ടവരെ, അനുഭവങ്ങളുടെ ഒരു വലിയ ഒരു കലവറ തന്നെ ജീവിതത്തിൽ കർത്താവിന്റെ കൃപയിൽ അനുഭവിക്കാനിടയിൽ. പാസ്റ്റർ വേദസഭയിലോ ഉപവാസ പ്രാർത്ഥനയിൽ ഒരു ദൈവദാസൻ കടന്നു വന്ന് എന്റെ ഭാര്യയോട് പറഞ്ഞു, മാരകമായ ഒരു അസുഖം പിടിപെടും, മരുന്നുകൊണ്ട് അതിന് സൗഖ്യമുണ്ടാകുകയില്ല. പ്രിയപ്പെട്ടവരെ, 2001-ൽ ഞാൻ അവിടെ നിന്നും ട്രാൻസ്ഫർ ആകുന്നു. പത്തനാപുരത്ത് ചെങ്കിലാത്ത് എന്ന് പറഞ്ഞ പഴയ ഒരു അസംബ്ലീസ് കൊണ്ട് സഭയിൽ കടന്നു വരികയാണ്. അതിന് കാരണക്കാരനായ പാസ്റ്റർ CI പാപ്പച്ചനാണ്. അദ്ദേഹം മരണപ്പെട്ടു. ആ കർത്താവിന്റെ ദാസനാണ് എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ ആ സഭയിൽ ചാർജ് എടുത്തു 2001 മെയ് മാസത്തിൽ. അതേ വർഷം 2001 സെപ്റ്റംബറോടുകൂടി എന്റെ ഭാര്യയ്ക്ക് അസാധാരണമായ ഒരു രോഗത്തിന്റെ സിംറ്റംസ് കാണുന്നു. അത് വളരെ വേഗത്തിൽ പറയാം. ആദ്യം സംസാരത്തിന് ഒരുമാതിരി വാക്കുകൾ കള്ളുകുടിയന്മാരെ പോലെ കുഴഞ്ഞു വരുന്നു. കാല് ചെരുപ്പ് കയറ്റിടുന്ന സ്ലോ പോലെ. പിന്നെ ഹാൻഡ് റൈറ്റിങ്, നല്ല ഹാൻഡ് റൈറ്റിംഗ് ആയിരുന്നു, ഹാൻഡ് റൈറ്റിംഗ് തെറ്റിപ്പോകാം. അങ്ങനെയുള്ള സിംറ്റംസ് കാണുന്നു. പല ഹോസ്പിറ്റലിൽ കാണിച്ചു. അവസാനം ഡോക്ടേഴ്സ് പെട്ടെന്ന് തിരുവനന്തപുരത്ത് ശ്രീത്തിലേക്ക് റെഫർ ചെയ്യുന്നു. അവിടെ കൊണ്ടുപോയി 5 ദിവസം അവിടെ കിടത്തി അഡ്മിറ്റ് ചെയ്ത് ടെസ്റ്റുകൾ മാത്രം നടത്തി. ഒരു മരുന്നും അതിനിടയിൽ അവർ കൊടുത്തില്ല. ടെസ്റ്റുകളുടെ അവസാനം അവിടുത്തെ ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞത് ഇതാണ്,
ലക്ഷങ്ങളിൽ ഒരാളിനുണ്ടാകുന്ന അസുഖമാണ്. ഈ രോഗം എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് മെഡിക്കൽ സയൻസ് കണ്ടുപിടിച്ചിട്ടില്ല, അതുകൊണ്ട് മരുന്നുമില്ല എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം ആയുർവേദം, ഹോമിയോപ്പതി, സിദ്ധവൈദ്യം, പിന്നെ ഹോമിയോപ്പതി സ്പെഷ്യലിസ്റ്റ് മെഡിസിൻ, അങ്ങനെ നമ്മുടെ അറിവിൽ കഴിയുന്ന എല്ലാ മരുന്നുകളും പരീക്ഷിച്ചു. എങ്കിലും എന്റെ ഭാര്യയ്ക്ക് അസുഖത്തിന് അല്പം പോലും ഭേദമുണ്ടായില്ല. മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്ന വേളകളിൽ അസുഖം കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിൽക്കുന്ന നിൽപ്പിൽ വീഴും, നടക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു. ഇന്നത്തെ അവസ്ഥ പറയാനാണെങ്കിൽ പ്രിയപ്പെട്ടവർ, എന്റെ ഭാര്യ തികച്ചും കിടപ്പാണ്. ബഹുമാനപ്പെട്ട കർത്താവിന്റെ ദാസൻ ഫിന്നി യോഹന്നാൻ പാസ്റ്റർ അദ്ദേഹം പറഞ്ഞ പോലെ വർഷങ്ങൾക്ക് മുൻപ് ഞാൻ അരിമുക്ക് സഭയിലിരിക്കുമ്പോൾ വന്ന് കണ്ടു. ഈ കഴിഞ്ഞ വർഷം 6-7 മാസങ്ങൾക്ക് മുൻപും അദ്ദേഹം കടന്നു വന്ന് കണ്ട വസ്തുതയാണ്. ഞാൻ ശുശ്രൂഷിക്കാൻ പോകുന്ന സഭകളിലും എന്നെ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഈ അനുഭവം പറയും, ഇല്ല എങ്കിൽ ഞാൻ ഈ അനുഭവം പറയത്തില്ല. കാരണം മറ്റുള്ളവർക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ല. എന്റെ ഭാര്യ ഇന്ന് 22 വർഷമായി. ഈ സെപ്റ്റംബർ ആകുമ്പോൾ 22 വർഷമാകുകയാണ്. 2001 അസുഖം തുടങ്ങി. ഇന്ന് സംസാരിക്കാൻ കഴിയത്തില്ല, നടക്കാൻ കഴിയത്തില്ല, കിടക്കയിലാണ്. എന്റെ ഭാര്യയെ ശുശ്രൂഷിക്കുന്നത് ഞാനാണ്. ഭാര്യയ്ക്ക് ദൈവകൃപയാല് മലവും മൂത്രവും ഒരുപക്ഷെ മെൻസസ് ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ മെൻസസ് ഉൾപ്പെടെ എന്റെ ഈ കരം കൊണ്ടെടുത്ത് ക്ലീൻ ചെയ്ത് ശുശ്രൂഷിച്ച് ആഹാരം കൊടുത്ത് കിടത്തിയിട്ടാണ് ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പോകുന്നത്. ഞാൻ ഈ അടുത്ത ഒരു 3-4 വർഷമേ ആയുള്ളൂ ഹാൻഡ് ഗ്ലൗസ് ഉപയോഗിക്കാൻ തുടങ്ങിയത്. അതിനു മുൻപ് വെറും കൈ കൊണ്ട്. പക്ഷെ അന്നൊന്നും ഞാൻ എന്റെ ദൈവത്തെ ചോദ്യം ചെയ്തില്ല. എന്റെ ദൈവം എനിക്ക് തിന്മ ചെയ്തെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇതൊക്കെ ഞാൻ ചെയ്യുമ്പോഴും എന്റെ ദൈവത്തിന്റെ സ്നേഹമോർത്ത് ഞാൻ കരയുകയായിരുന്നു. കാരണം പാപച്ചേറ്റിൽ കിടക്കുന്ന മാനകുലത്തെ രക്ഷിക്കുവാൻ തേജോമയനായ ദൈവത്തിന്റെ പുത്രൻ ആ ദൈവിക മഹിമയും തേജസ്സും പ്രതാപവും അധികാരവും കസേരവും ദൂതന്മാരുടെ ആരാധനയും വിട്ട് എപ്രകാരം പാപച്ചേറ്റിൽ ഇറങ്ങി തന്റെ സഭയെ ശുദ്ധീകരിക്കുന്നു എന്ന് എന്റെ ഭാര്യയെ ശുദ്ധീകരിച്ചുകൊണ്ട് ആത്മാവിൽ കരഞ്ഞ് ഞാൻ മനസ്സിലാക്കി സന്തോഷിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തിട്ടുണ്ട്. എന്റെ ഭാര്യയുടെ 22 വർഷത്തോളമാകുന്നു. ഈ അസുഖത്തിന്റെ വേളയിൽ എന്റെ ദൈവത്തിന്റെ സ്നേഹം അധികമായി അനുഭവിച്ചറിയുവാൻ കഴിഞ്ഞു. ഒരുപക്ഷെ എന്റെ ഈ സാക്ഷ്യം ലോകത്തിന്റെ നാനാഭാഗങ്ങളിലിരിക്കുന്ന കേൾക്കുന്ന അനേകർക്ക് ഈ സാക്ഷ്യം അറിയാവുന്ന വസ്തുതയാണ്. എന്റെ ഭാര്യയുടെ അസുഖം 2001 തുടങ്ങുന്നു. ആ സന്ദർഭത്തിൽ എനിക്ക് 3 ആൺമക്കൾ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ചെങ്ങന്നൂർ വൻമഴി സഭയിൽ നിന്നും ചെങ്കിലാത്ത് സഭയിലേക്ക് വരുമ്പോൾ എന്റെ ഭാര്യ ആരോഗ്യത്തോടെ ഞാന് എന്റെ 3 ആൺകുഞ്ഞുങ്ങൾ, എന്റെ 3 ആൺകുഞ്ഞുങ്ങൾ, ഈ 3 ആൺകുഞ്ഞുങ്ങളെയും പത്തനാപുരത്ത് കൊണ്ടുവന്ന് പിന്നെ എന്താ പറയുന്ന സെന്റ് സ്റ്റീഫൻസ് പിന്നെ സെന്റ് മേരീസ് എന്ന് പറയുന്ന ICC സിലബസിലുള്ള ഒരു സ്കൂളിലാണ് ചേർത്തത്. അങ്ങനെ ചേർക്കാൻ കാരണം ആ സ്കൂളുകാർ അന്ന് എന്നോട് ഡൊണേഷൻ ചോദിച്ചില്ല. സെന്റ് സ്റ്റീഫൻ സ്കൂളിന്റെ ഡൊണേഷൻ ചോദിച്ചു, ഡൊണേഷൻ കൊടുക്കാനില്ലായിരുന്നു. അപ്പോൾ ഞാൻ പാസ്റ്റർ ട്രാൻസ്ഫർ ആയി വരുമെന്ന് പറഞ്ഞു. ട്രാൻസ്ഫർ ആയി പോകുന്ന പാസ്റ്റർമാരാണെന്ന് പറഞ്ഞപ്പോൾ സെന്റ് മേരീസിൽ ICC സിലബസ് ഉള്ള സ്കൂളിൽ അവര് ഫീസ് മാത്രം കൊടുത്താൽ മതി, ഡൊണേഷൻ വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവര് 3 പേരെ അവിടെ ചേർത്തു. പ്രിയപ്പെട്ടവരെ, എന്റെ ഭാര്യയുടെ അസുഖം 2001 തുടങ്ങുന്നു. 2005 ആയപ്പോൾ എന്റെ 2ാമത്തെ മകൻ അന്ന് 7ാം ക്ലാസ്സിൽ പഠിച്ച് അവന്റെ ലാസ്റ്റ് ക്ലാസ് കഴിഞ്ഞു. എക്സാം പിറ്റേ ചൊവ്വാഴ്ച. അവൻ ആ സന്ദർഭത്തിൽ പള്ളിയിൽ സാധാ സൈഡ് ഡ്രം പഠിക്കുമായിരുന്നു. ഇങ്ങനെയുള്ള അടിക്കുന്ന ഡ്രം സെറ്റ് അവന് പഠിക്കണം. പള്ളിയിലേക്ക് ഡ്രം സെറ്റ് അടിച്ച് പാട്ട് പാടണം എന്നുള്ള താല്പര്യത്തിൽ ഡ്രം സെറ്റ് പഠിക്കാനായിട്ട് പോയി. എന്റെ ഭാര്യയ്ക്ക് അസുഖം തുടങ്ങിക്കൊണ്ടിരിക്കുന്ന വേളയാണ്. ശനിയാഴ്ച രാവിലെ സാധാരണ ഞാൻ മൂത്ത മോൻ കൊണ്ടാക്കുകയും ഞാൻ 2ാമത് പോയിട്ട് ഈ ഇളയ മോനെയും സ്വീകരിച്ചിട്ട് ചന്തയിൽ സാധനവും വാങ്ങിയിട്ടാണ് വരുന്നത്. അപ്പോൾ എന്റെ ഭാര്യ പറഞ്ഞു, പിറ്റേ ശനിയാഴ്ച കുളിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ കുളിക്കാൻ ഞാൻ സഹായിക്കും. ആ സമയത്ത് കുറെ സംസാരിക്കാൻ പറ്റും, പിടിച്ചു നടക്കാൻ കഴിയുന്ന അവസ്ഥയായിരുന്നു ഭാര്യയ്ക്ക്. അങ്ങനെ എന്റെ മൂത്ത മോനെ ഞാൻ പറഞ്ഞു 2ാമത്തെ മോനെ വിളിച്ചോണ്ട് വരാൻ. അങ്ങനെ അവൻ വിളിച്ചുകൊണ്ട് വരുന്ന സന്ദർഭത്തിൽ റോഡിൽ കയറി വന്ന ഒരു ലോറി, കള്ളമണലൊക്കെ അടിക്കുന്ന ലൈസൻസ് ഇല്ലാത്ത ഒരു ലോറി, ഡ്രൈവറും രാവിലെ മദ്യപിച്ചിരിക്കുകയായിരുന്നു. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 9:30-10 മണിയോടെ അവൻ വന്ന് കുഞ്ഞുങ്ങൾ യാത്ര ചെയ്യുന്ന ബൈക്കിന്റെ ബാക്കിൽ ഇടിക്കുകയും എന്റെ മൂത്ത മോൻ, വാഹനം ഓടിച്ചുകൊണ്ടിരുന്ന മോൻ, റോഡിന്റെ സൈഡിലേക്ക് വീണു. പക്ഷേ 2ാമത്തെ മോൻ റോഡിന്റെ നടുക്ക് വാഹനത്തിനടിയിൽ വീണു. അങ്ങനെ എന്റെ ആ മകൻ മരണപ്പെടാനിടയായി. എന്റെ വൈഫിന്റെ ഈ അസുഖം ഇരിക്കുന്ന വേളയിലാണ് എന്റെ മകൻ മരണപ്പെട്ടത്. അതെനിക്ക് എന്താ അനുഭവം എന്ന് പറയാൻ കഴിയത്തില്ല. ഞാന് ഹോസ്പിറ്റലിലേക്ക്, അവിടുത്തെ സെന്റ് ജോസഫ് ഹോസ്പിറ്റലിലെ കന്യാസ്ത്രീമാരാണ് വിളിക്കുന്നത്. ഇന്ന സാമിന്റെ ഫാദർ ആണോ മൂത്ത മോന്റെ? അവൻ അന്തരം കൂടെ ഹോസ്പിറ്റലിൽ കിടക്കിയ ഒരു സൈഡ് മൊത്തം മുറിവായി. അപ്പൊ അവൻ അറിയുന്നില്ല മറ്റേ ഇളയവൻ മരിച്ച കാര്യം. കാരണം രണ്ടുപേരെയും ഹോസ്പിറ്റലിൽ പൊക്കിക്കൊണ്ട് പോവുകയാണ്. അപ്പോ വിളിച്ചിട്ട് പറഞ്ഞു, പപ്പ ഇങ്ങോട്ടൊന്ന് പറഞ്ഞേ. അപ്പോ ഇത് കേട്ടപ്പോഴേ എന്റെ വൈഫും എന്റെ വൈഫിന്റെ ജേഷ്ഠത്തി ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു. ഒരു മരണ വീട് പോലെ കരയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, സാരമില്ല, കുഞ്ഞുങ്ങളെ ബൈക്കിൽ നിന്ന് വീണയല്ലേ, ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. പക്ഷേ
ഹോസ്പിറ്റലിൽ വന്ന് അവിടുത്തെ ചിത്രം കണ്ടപ്പോൾ ആ ഹോസ്പിറ്റലിലെ ക്യാമ്പസ് മുഴുവൻ ആൾക്കാരെ കൊണ്ട് നിറഞ്ഞു. ആ രീതി കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി എൻ്റെ മോൻ മരണപ്പെട്ടു. ആ സമയത്ത് എൻ്റെ ഹൃദയം തകർന്ന് ഞാൻ എൻ്റെ ദൈവത്തോട് പറഞ്ഞു, ദൈവത്തിൽ ഞാൻ വിശ്വസിച്ചത് എൻ്റെ മോനെ എടുത്തപ്പോൾ ഒരുപക്ഷെ എൻ്റെ ഭാര്യയ്ക്ക് ദൈവം സൗഖ്യം കൊടുക്കുമായിരിക്കും എന്ന് എൻ്റെ മാനുഷികമായി ചിന്തിച്ചു. പക്ഷേ പ്രിയപ്പെട്ടവരെ പറയട്ടെ, എൻ്റെ ഭാര്യയ്ക്ക് സൗഖ്യമായില്ല, അതിനേക്കാളും വീണ്ടും അസുഖം കൂടിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. 2005 ഞാൻ അവിടുന്ന് അതേ വർഷം ഞാൻ ട്രാൻസ്ഫർ എടുക്കുകയാണ്. ആ സന്ദർഭത്തിൽ ഞാൻ പറയട്ടെ, ആരോഗ്യത്തോടുകൂടെ ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ 3 മക്കളുമായി സൗഖ്യത്തോടെ ചെങ്കിലാത്ത് സഭയിൽ കയറിയെങ്കിൽ അവിടെ നിന്ന് എൻ്റെ ഒരു മോൻ മരണപ്പെട്ടതിന് ശേഷം എൻ്റെ ഭാര്യയ്ക്ക് നടക്കാൻ കഴിയാതെ എൻ്റെ ഭാര്യയെ തോളിലിട്ട് മറ്റു 2 കുഞ്ഞുങ്ങളെയും കൂടെ കൈപിടിച്ചിട്ട് കണ്ണുനീരോടെയാണ് ചെങ്കിലാത്ത് സഭയിൽ ഞാൻ ഇറങ്ങുന്നത്. ആ സന്ദർഭത്തിൽ എനിക്ക് എൻ്റെ ശുശ്രൂഷയുടെ ബേസിലുള്ള ട്രാൻസ്ഫർ ലഭിക്കാതെ പിന്നീട് എനിക്ക് കിട്ടിയ അലിമുക്ക് സഭയാണ്. വിശ്വാസത്താൽ കടന്നുപോയി. പല അഭിപ്രായങ്ങൾ ഉണ്ടായെങ്കിലും എൻ്റെ ദൈവം അവിടെ കൂടെ ഇരുന്നു. ആ ദേശത്ത് 5 വർഷം ഞാൻ കർത്താവിന്റെ പേര് ചെയ്തു. പല അനുഭവങ്ങൾ അവിടെയും ഉണ്ടായി. എങ്കിലും അവിടെയുള്ള ചില ദൈവമക്കൾ വളരെ കൈത്താങ്ങലായി സഹായമായി നിൽക്കുകയും പ്രധാനമായും ആ സന്ദർഭത്തിൽ സൗദിയിൽ നിന്ന് കടന്നു വന്ന മേരി സൈമൺ എന്നറിയപ്പെടുന്ന വത്സമ സിസ്റ്റർ, പാസ്റ്റർ ഒരു ഭവനം വേണം, ഈ അമ്മാമ്മയും കൊണ്ട് ഇനിയും പാഴ്സണിൽ കയറി ഇറങ്ങി പ്രവർത്തിക്കാൻ കഴിയത്തില്ലെന്ന് ആ സിസ്റ്ററാണ് എനിക്ക് പ്രേരണ തരികയും അങ്ങനെ ഞാൻ സ്റ്റെപ്പ് എടുത്തു. പല പ്രാവശ്യങ്ങളിൽ ഞാൻ ഗൾഫിലൊക്കെ വിസിറ്റ് ചെയ്ത് എൻ്റെ ഭാര്യയുടെ അല്പസ്ഥലം ഉണ്ടായിരുന്നു, അത് വിറ്റു. പിന്നെ ഈ സഹോദരിയും അവരാൽ കഴിയുന്ന രീതിയിൽ പല രീതിയിൽ ഭവന പണിക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ഇന്ന് ഞാൻ പത്തനാപുരം ടൗണിൽ തന്നെ സ്ഥലം വാങ്ങി ഒരു വീട് പണിഞ്ഞ് താമസിക്കുകയും പത്തനാപുരം ടൗണിൽ തന്നെ ഉള്ള ഒരു സെന്റ് സ്റ്റീവൻസ് സ്കൂളിനോട് ചേർന്നുള്ള ഒരു സഭയുടെ പ്രവർത്തനത്തിൽ ഞാൻ ആയിരിക്കുകയാണ്. ഞാൻ അലുമുക്കിലായിരിക്കുന്ന സന്ദർഭത്തിൽ ചിക്കൻ ഗുനിയ പിടിപെട്ടു. എനിക്കും പിടിപെട്ടു, എൻ്റെ വീട്ടിലുള്ളവർക്കും പിടിപെട്ടു. ഒരു സ്റ്റെപ്പ് പോലും നിലത്ത് കാലുകുത്താൻ കഴിയാത്ത അവസ്ഥ. ആ സന്ദർഭത്തിൽ എൻ്റെ ഭാര്യ ഞാൻ പൊക്കിക്കൊണ്ട് ബാത്റൂമിൽ പോകുന്ന സമയമാണ്. ഒരു റൂമിന്റെ സ്പേസ് ഇടയിലുണ്ട്. ആ അത്രയും ഗ്യാപ്പിൽ ഒരു 10-15 അടി 15-20 അടി പൊക്കിക്കൊണ്ട് പോകണം ബാത്റൂമിലേക്ക്. ഒരു സ്റ്റെപ്പ് പോലും നിലത്ത് കുത്താൻ കഴിയാത്ത ചിക്കൻ ഗുനിയയുടെ സമയത്ത് എൻ്റെ ഭാര്യയെ തോളിലിട്ടുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഓരോ സ്റ്റെപ്പുകൾ വെച്ചിട്ട് കരഞ്ഞ് ഞാൻ ബാത്റൂമിൽ കൊണ്ടുപോയിട്ടുണ്ട് ചിക്കൻ ഗുനിയയുടെ സമയത്ത്. 2 വർഷത്തിന് മുൻപ് കോവിഡിന്റെ സമയത്ത് എനിക്കും കുഞ്ഞുങ്ങൾക്കും കോവിഡ് പിടിപെട്ടു. പക്ഷെ എൻ്റെ കൃപയാൽ, ദൈവത്തിന്റെ കൃപയാൽ എൻ്റെ ഭാര്യയ്ക്ക് കോവിഡ് പിടിപെട്ടില്ല. ആ സന്ദർഭത്തിലും പ്രിയപ്പെട്ടവരെ, കോവിഡ് ആകുമ്പോൾ വേറെ ആരും അടുക്കത്തില്ല. കോവിഡ് കൊണ്ട് ഞാൻ മരിക്കുമെന്ന് പ്രതീക്ഷിച്ചു. ആ ഒരു അവസ്ഥയിൽ ഭയങ്കരമായ ശരീരത്തിൽ ഞാൻ വേദന അനുഭവിച്ചു, ദുഃഖിച്ചു. ആ സന്ദർഭത്തിലും എൻ്റെ ഭാര്യയുടെ മലമൂത്ര വിസർജനങ്ങൾ നിറഞ്ഞ ഒരവസ്ഥയിൽ ആരുമില്ല ക്ലീൻ ചെയ്യാൻ. കരഞ്ഞുകൊണ്ട് എൻ്റെ ദൈവം എന്നെ ഇത്രയും സ്നേഹിക്കുന്നല്ലോ എന്ന് ഓർത്ത് എൻ്റെ ഭാര്യയെ ശുശ്രൂഷിച്ചു. ഞാൻ എൻ്റെ ദൈവത്തെ ഇതുവരെ ഞാൻ ചോദ്യം ചെയ്തിട്ടില്ല. കാരണം ഞാൻ രക്ഷിക്കപ്പെടുന്ന വേളയിൽ ഒരുപാട് പ്രസംഗിക്കുന്ന ഒരു വചനമായിരുന്നു മത്തായി സുവിശേഷം 16-ാം അധ്യായം 24-ാം വാക്യം. ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് നാൾതോറും തന്റെ ക്രൂശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ. ആരെങ്കിലും യേശുവിനെ ത്യജിച്ചാൽ അവൻ അവന്റെ ജീവനെ കളയും. പക്ഷെ കർത്താവിന്റെ നാമം പ്രതി ക്രൂശ് സ്വീകരിച്ചാൽ കർത്താവിനെ സ്വീകരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ വചനം അന്ന് പ്രസംഗിച്ചു എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വേളയിൽ ഞാൻ മറുസൈഡിലൂടെ പറയട്ടെ, എൻ്റെ കർത്താവ് ഏറ്റവും നല്ലവനാണെന്ന് 24 മണിക്കൂർ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കടന്നു പോകുന്ന എല്ലാ സ്ഥലങ്ങളിലും എൻ്റെ കർത്താവ് കൂടെ ഇരുന്ന് സഭയ്ക്ക് അഭൂതപൂർവ്വമായി വളർച്ച നൽകി. ഏറ്റവും പ്രതികൂലം നിറഞ്ഞ വർക്കലയിൽ 2 സഭകൾ ആരംഭിക്കുവാൻ ആ സ്ഥലത്തുനിന്ന് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി 2 പേര് ഇറങ്ങി. ഈ മരണസമയവും വാസ്തവം പറഞ്ഞാൽ അന്ന് ബുധനാഴ്ച വൈകിട്ട് ഞങ്ങളുടെ കോട്ടേജ് മീറ്റിംഗ് ആയിരുന്നു. കോട്ടേജ് മീറ്റിങ്ങിന് ഞാൻ പോകുന്നത് 7 മണിക്കാണ്. ഞങ്ങൾ തൊഴിലാളികളായ സഹോദരങ്ങളാണ് ഞങ്ങളുടെ സഭയിലുള്ളത്. അപ്പോൾ അവർക്കൊക്കെ പണി കഴിഞ്ഞ് വരുമ്പോൾ താമസിക്കും. അതുകൊണ്ട് 7:30 തൊട്ട് 9 മണി വരെയാണ് കുടുംബ പ്രാർത്ഥന നടത്തുന്നത്. ഞാൻ 7 മണിക്ക് ഇറങ്ങുമ്പോൾ ഭാര്യ അങ്ങോട്ട് കിടക്കുകയാണ്. മോഷൻ പോകാനായിട്ടുള്ള മരുന്നൊക്കെ ഞാൻ കൊടുത്തു. അതിനും കുറേ ബുദ്ധിമുട്ടുകളൊക്കെ വരുമായിരുന്നു. ഞാൻ വന്നപ്പോഴത്തേക്ക് നല്ല രീതിയിൽ മോഷൻ പോയി കിടക്കുന്നു. അപ്പോൾ ഞാൻ നോക്കുന്നുണ്ടെങ്കിൽ പുള്ളിക്കാരി ഇങ്ങനെ കഫം ഇങ്ങനെ കുറുകി വല്ലാത്തൊരു ശ്വാസം വലിക്കുന്നതായിട്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ക്ലീൻ ചെയ്തിട്ട് അടുത്ത് ഒരു നേഴ്സ് സിസ്റ്റർ ഉണ്ട്, പുള്ളിക്കാരി വിളിച്ചിട്ട് പറഞ്ഞ്, ഷൈനി ഇങ്ങനെ മമ്മിയുടെ കാര്യം ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട്, രാത്രി ഒരു പ്രയാസമല്ലോ, കഫക്കെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് മാറാനായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ കഴിയുമോ? അപ്പോൾ 1-2 കാര്യം പറഞ്ഞിട്ട് അർജൻറ്റായിട്ട് പാസ്റ്റർ ഞാൻ മമ്മിക്ക് ഇത്തിരി വിക്സ് ഇട്ടൊന്ന് തടയി കൊടുക്കാൻ ചിലപ്പോൾ ഒരു ആശ്വാസമാകുമെന്ന് പറഞ്ഞ് പുള്ളിക്കാർ വിക്സ് എടുക്കാൻ പോയി.
ഞാൻ ഉടനെ ഇത്തിരി പൊങ്ങിയിരുന്നാൽ ചിലപ്പോൾ ആ ഒരു ശ്വാസം മുട്ടൽ കുറയുമെന്ന് വിചാരിച്ച് ഞാൻ സാധാരണ പല്ല് തേപ്പിക്കാനും ഇരിക്കുന്നത് എൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടാണ് പാത്രമൊക്കെ കയ്യിലെടുത്ത് പല്ല് തേപ്പിക്കുന്നത്. അങ്ങനെ ഞാൻ ചേർത്ത് വെച്ച് ഇങ്ങനെ അല്പസമയം ആശ്വാസമായിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ചാരി ഇരുത്തുന്നു. ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടേ ആ ഒരു ശ്വാസം മുട്ട് ഡൗണായി അതിനു മുമ്പ് ഞാൻ വെള്ളം കൊടുത്തായിരുന്നു 2-3 പ്രാവശ്യം. ഡൗണായി വന്നിട്ട് സൈലൻ്റ് ആകുകയായിരുന്നു. അപ്പോഴെനിക്കൊരു സംശയം തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഷെനി ഇങ്ങനെ ഒരു അമ്മാമ്മയുടെ അവസ്ഥ വന്ന് നോക്കി. അപ്പോൾ പുള്ളിക്കാരി വന്ന് കൈ പിടിച്ച് നോക്കിയപ്പോൾ മരിച്ചു കഴിഞ്ഞു. എൻ്റെ തോളിൽ കിടന്ന്, എൻ്റെ നെഞ്ചത്ത് കിടന്നാണ് എൻ്റെ ഭാര്യ മരിച്ചത്. അപ്പോഴാണ് ദൈവവചനത്തിൽ പറയുന്നത് എൻ്റെ മാർവിടത്തിലെ ഭാര്യ എന്നുള്ള വചനത്തിൻ്റെ അർത്ഥം എനിക്ക് അന്നാണ് മനസ്സിലായത്. അതേസമയം ഞാൻ പ്രാർത്ഥനയ്ക്ക് പോയ സമയത്തായിരുന്നെങ്കിൽ എനിക്കത് വല്ലാത്ത ദുഃഖമായി മാറുമായിരുന്നു. ദൈവം അനുഭവത്തിലൂടെ പറയാം, ദൈവം നല്ലവനാണ്, ദൈവം വല്ലഭനാണ്. ബൈബിളിലെ ദൈവം സർവശക്തനായ ദൈവമാണ്. ബൈബിളിൽ ഓരോ വാക്യങ്ങളും ജീവനുള്ള വചനമാണ്. നമ്മളെ വിടുവിക്കുന്നതാണ്, നമ്മളെ രക്ഷിക്കുന്നതാണ്, നമ്മളെ ആശ്വസിപ്പിക്കുന്നതാണ്. ഞാൻ 100% വിശ്വസിക്കുന്നു. എൻ്റെ കുഞ്ഞിൻ്റെ ഫ്യൂണൽ ശുശ്രൂഷ അവിടെ പന്തലിട്ടാണ് അന്ന് നടത്തിയത്. എൻ്റെ മോൻ ഡ്രം സെറ്റ് പഠിക്കാൻ പോയിട്ട് വരുന്ന വഴിക്കാണ് ആക്സിഡൻറ്റിൽപ്പെട്ട് മരണപ്പെട്ടത്. അന്ന് പഠിപ്പിച്ച ഒരു അധ്യാപകൻ ഇവിടെ നേരത്തെ വന്നിരുന്നു. ആ അധ്യാപകൻ പറഞ്ഞു, ഡാൻ മോനെ കുറേയൊക്കെ പഠിച്ചല്ലോ, മോന് 1-2 പാട്ട് പാടി ഡ്രം പഠിക്കാൻ പറഞ്ഞുകൊണ്ട് അവൻ ഏറ്റവും അവസാനം സമയമാന്യ രഥത്തിൽ സ്വർഗയാത്ര ചെയ്തുള്ള പാട്ട് പാടി ഡ്രം സെറ്റ് അടിച്ചു എന്നാണ് പറയുന്നത്. ആ മോൻ്റെ ഫ്യൂണൽ ശുശ്രൂഷ ഇവിടെ നടന്നു. പക്ഷെ ഞാനൊരു കാര്യം തറപ്പിച്ച് പറയാം, ഞാൻ പൂർണ്ണമായി ബൈബിൾ വിശ്വസിക്കുന്നു. എൻ്റെ കർത്താവ് ഭവനം ഒരുക്കാൻ പോയിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, നിങ്ങൾക്ക് ഞാൻ വാസസ്ഥലം ഒരുക്കാൻ പോകുന്നു. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. എൻ്റെ കുഞ്ഞവിടെ ആ സ്വർഗീയ ദൂതന്മാരുടെ ക്വയർ ഗ്രൂപ്പിൽ ഡ്രം സെറ്റ് അടിച്ച് കർത്താവിനെ ആരാധിക്കുന്നത് ഞാൻ കാണുന്നു. എൻ്റെ ഭാര്യയും ഒരു ശോധനയിലൂടെ കടന്നുപോയി നിത്യതയിൽ പ്രവേശിച്ചെന്ന് എനിക്ക് 100% ബോധ്യമുണ്ട്. എനിക്കും ബോധ്യമുണ്ട്. ഞാൻ കുട്ടികളോടും പറയുന്നതാണ്, ഞാൻ എൻ്റെ പ്രാർത്ഥിക്കുന്നതാണ്, നിത്യതയോട് അടുപ്പിക്കുന്ന അനുഗ്രഹം മാത്രം എനിക്കും എൻ്റെ തലമുറയ്ക്കും തരാവൂ. നേരല്ലാത്ത 10 പൈസ എനിക്കും എൻ്റെ തലമുറയ്ക്ക് വരരുത് എന്ന് ബോധത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. നിത്യത ഞാൻ വിശ്വസിക്കുന്നു, മരണാനന്തര ജീവിതം ഞാൻ വിശ്വസിക്കുന്നു, യേശുവിനോടുള്ള സൗഭാഗ്യം ജീവിതം ഞാൻ വിശ്വസിക്കുന്നു. പ്രത്യാശയുള്ളവർ മാത്രം ഒന്ന് കാര്യങ്ങൾ ഉയർത്തി സ്തോത്രം.